നിത്യാവൃത്തിക്കായി പോകുന്ന യാത്രകളിൽ കാണുന്ന ചെറിയ കാഴ്ചകൾ ഫ്രെയിമിൽ ഒപ്പിയെടുക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെ ഒരു ചെറുപ്പക്കാരനാണ് ഇന്ന് അതിഥിയായി താമരശ്ശേരി ചുരത്തിലെത്തിയിട്ടുള്ളത്. ഏറെ സന്തോഷത്തോടെ ശരൺ എന്ന LICയിലെ താൽക്കാലിക ജീവനക്കാരനെ താമരശ്ശേരി ചുരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ശരൺ, താമരശ്ശേരി ചുരത്തിലേക്ക് സ്വാഗതം. താമരശ്ശേരി ചുരത്തിലേക്ക് സ്വാഗതം ശരൺ. താമരശ്ശേരി ചുരത്തിലേക്ക് ക്ഷണിച്ചതിൽ സന്തോഷം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കറിയേണ്ടത് ഈ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോട്ടോഗ്രാഫി, ആ ഒരു മേഖലയിലേക്ക് എങ്ങനെയാണ് ശരൺ കടന്നു വരാനിടയായതെന്നും അതെങ്ങനെയാണ് ഒരുപക്ഷെ ഇപ്പോൾ ചെയ്യുന്ന ജോലിയെക്കാളും ഏറെ ഹൃദയത്തോട് ചേർത്ത് വച്ചിരിക്കുന്നതായിരിക്കും ഈ ഒരു കാര്യം, അല്ലേ? അതെ. അപ്പം അതിലേക്ക് എങ്ങനെയാണ് കടന്നു വന്നതെന്ന് പറയാം. ഒരു 2010 കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് മൊബൈൽ ഉപയോഗിച്ച് തുടങ്ങിയത്. സാധാ ഫോണായിരുന്നു, അന്ന് ക്യാമറയൊന്നുമില്ല. അത് കഴിഞ്ഞ് ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് ക്യാമറ ഉള്ളൊരു ഫോൺ മേടിച്ചായിരുന്നു. അപ്പോൾ അതിൽ ഇതേപോലെ ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ, എന്തായാലും ഒരു ആദ്യമായിട്ട് ക്യാമറ ഫോൺ കിട്ടുമ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരുമല്ലോ. അതെ. അങ്ങനെ എടുത്ത് ആദ്യം ഫോട്ടോ എടുക്കുമായിരുന്നു, വേറെ ആരും കാണത്തില്ല, നമ്മൾ ക്യാമറ എടുത്ത് നമ്മൾ തന്നെ ജസ്റ്റ്. പിന്നെ അത് FB അക്കൗണ്ട് തുടങ്ങി. ഒരു 2010 ആ സമയത്തിന് അക്കൗണ്ട് തുടങ്ങി. അങ്ങനെ ജസ്റ്റ് ആദ്യമായിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്ത്. അന്ന് സാധാ ഫോട്ടോയാണ്, സാധാ ക്യാമറയിൽ എടുത്ത ഫോട്ടോ. എനിക്ക് തോന്നുന്നു VGA ക്യാമറയാണെന്ന് തോന്നുന്നു അന്നത്തെ. ഇപ്പോഴത്തെ മെഗാ പിക്സലൊന്നും ഇല്ല ആ സമയത്തുള്ള. അങ്ങനെ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമൻറ്റ്, അറിയാവുന്നവരും അറിയാത്തവരായിട്ട് കമൻറ്റ് ചെയ്തു ഫോട്ടോയ്ക്ക്. അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് തോന്നി. അങ്ങനെയാണ് എടുത്തു തുടങ്ങി. ചിത്രമാണ് ഈ പ്രകൃതിയുടെ? അതെ. വീടിനടുത്ത് നല്ല നല്ല സ്ഥലങ്ങളുണ്ട്. എൻ്റെ വീടൊരു ചെറിയ ഗ്രാമം പോലെയാണ്. വയലുണ്ട്, വെള്ളച്ചാട്ടം, തോട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിടുമായിരുന്നു. അങ്ങനെയാണ് ഇതിലോട്ട് എത്തിയത്. അതിലേക്ക് വന്നത്. അപ്പോൾ എപ്പോഴാണ് ഇപ്പോൾ ഇതുപോലത്തെ ഇപ്പോൾ ഏത് ഫോണാണ് ഉപയോഗിക്കുന്നത്? ഇപ്പോൾ Vivo X100 ആണ്. Vivo X100 അല്ലേ? അതെ. അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തിട്ടുള്ളത് റെഡ്മി ഫോണിലാണ് കൂടുതൽ. ഒരു 3 റെഡ്മി ഫോൺ ഉപയോഗിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 6 വർഷമായിട്ട് 3 റെഡ്മി ഫോണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിലാണ് കൂടുതൽ എടുത്തിരുന്നത്. അതിലാണ് ഈ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ശ്രദ്ധിച്ചത്, ഒരുപാട് അഭിപ്രായം കിട്ടിയത്. അതെ. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ ആ ചിത്രത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അത് ഒരു വളരെ വൈഡ് ആംഗിളിലൊക്കെ ലെൻസിലൊക്കെ എടുക്കുന്ന ഒരു ചിത്രമാണ്, അല്ലേ? അതെ. അതെങ്ങനെയാണ് ഇതുപോലത്തെ ഈ വിവോ ഫോണിൽ തന്നെ എടുത്തതല്ലേ? അത് എൻ്റെ പഴയ റെഡ്മി ഫോണിലെടുത്തതാണ്. റെഡ്മി ഫോൺ നേരത്തെ. അതെ. അപ്പം അതിലെങ്ങനെയാണ് ഇത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിം കിട്ടുന്നത്? അതിൽ തന്നെ ഇപ്പം ഇപ്പം എല്ലാവർക്കും അറിയായിരിക്കും, പനോരമ എന്നൊരു മോഡുണ്ട്. ആ മോഡ് ഉപയോഗിച്ചാണ് അതെടുത്തത്. അത് ശരി. അപ്പോൾ അതിൽ പ്രത്യേക ലൈറ്റിങ്ങും അങ്ങനെ വല്ലതും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നോ? ലൈറ്റിങ് നോർമലായിട്ടുള്ള ലൈറ്റിംഗ് ആണ്. എപ്പോഴും നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ഏറ്റവും ആവശ്യം ലൈറ്റാണ്. ചിലപ്പോൾ നല്ല ക്യാമറ ഉണ്ടായിട്ടും നല്ല ഫോൺ ഉണ്ടായിട്ടും കാര്യമില്ല, ലൈറ്റിലാണ്. പിന്നെ ഇപ്പോഴൊക്കെ എഡിറ്റിംഗ് ഉണ്ട്, പക്ഷെ ഫോട്ടോ എടുക്കുമ്പോൾ ഏറ്റവും അത്യാവശ്യം ലൈറ്റിംഗ് ആണ്. അന്ന് പോയപ്പം അത്യാവശ്യം നല്ല ലൈറ്റിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ആകാശമൊക്കെ കറക്റ്റ് നല്ലൊരു കളറായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പനോരമ, കാരണം എല്ലാം ആ ഫ്രെയിമിനകത്ത് ഇത്രയും സാധനങ്ങൾ കൊണ്ടുവന്ന കുറച്ച് ഭംഗി തോന്നി അങ്ങനെ പനോരമയിലെടുത്തതാണ്. അപ്പോൾ ഒരു നല്ല ചിത്രം ഒരു സ്മാർട്ട് ഫോണിൽ കൂടെ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശരൺ സാധാരണ ശ്രദ്ധിക്കുന്നത്? ഞാൻ ശ്രദ്ധിക്കുന്നത് ഫ്രെയിമിനകത്ത് മാക്സിമം നല്ല കാര്യങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കും. ഇപ്പം കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫ്രെയിമിൽ നിന്ന് കട്ട് ചെയ്ത് പുറത്തോട്ടാക്കാൻ നോക്കും. പിന്നെ പ്രധാനമായിട്ടും ലൈറ്റ്, കറക്റ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് വെച്ച് എടുക്കാൻ നോക്കും. പിന്നെ സാധാരണ ആൾക്കാരെടുക്കുന്ന ഫ്രെയിമിൽ നിന്ന് മാറി വേറെ വ്യത്യസ്തമായ ഫ്രെയിം എടുക്കാൻ പറ്റുമോ നോക്കും. അതാണ് പ്രധാനമായിട്ട് നോക്കും. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്ന ഒരു ഇലയിലാണോ പൂവിലാണോ എന്ന് ഞാൻ ഓർക്കുന്നില്ല, വെള്ളത്തുള്ളികളൊക്കെ ആയിട്ട് ഒരു ചെറിയ തുമ്പി വന്നിരിക്കുന്ന ഒരു ചിത്രം. അതിൽ എനിക്ക് ഏറ്റവും എന്നെ ആകർഷിച്ചത് ആ തുമ്പിയുടെ ചിറകിലെ ചെറിയ ചെറിയ അരിപ്പ് പോലത്തെ വല വരെ വളരെ കൃത്യമായിട്ടും കാണാം. അതുപോലെ വെള്ളത്തുള്ളി വളരെ മനോഹരമായ ചിത്രമാണ്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഇപ്പം ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ടല്ല, ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഇപ്പം നമ്മളെല്ലാ ചെറിയ കാര്യങ്ങളും ശ്രദ്ധിക്കും. അതെ. ഇപ്പോൾ സാധാരണ നടന്നു പോകുമ്പോഴും ചില ആൾക്കാർ ചുമ്മാ ജസ്റ്റ് ഇങ്ങനെ സൈഡിലൂടെ പോയാലും ശ്രദ്ധിക്കാതെ പോണ കാര്യങ്ങളും ഫോട്ടോഗ്രാഫർ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരെ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ ചെറിയ ജീവികളെയും അങ്ങനെയുള്ള സാധനങ്ങൾ ശ്രദ്ധിക്കും. അങ്ങനെ ഈ ക്യാമറയിൽ തന്നെ മാക്രോ എന്നൊരു ഓപ്ഷനുണ്ട്. അതായത് വളരെ ചെറിയ സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയുള്ളൊരു ഓപ്ഷൻ ക്യാമറയിലുണ്ട്, നമ്മുടെ ഫോൺ ക്യാമറയിലുണ്ട്, എല്ലാത്തിലുണ്ട്. അത് വെച്ചാണ് അങ്ങനെയുള്ള ചെറിയ ചെറിയ ജീവികളെ ഫോട്ടോ എടുക്കുന്നത്.
അപ്പോൾ ഇതല്ലാതെ ഈ ഏറ്റവും കൂടുതൽ നല്ല റിവ്യൂസൊക്കെ കിട്ടിയിട്ടുള്ള ചിത്രം വേറെ ഏതായിരുന്നു? വേറെ ഒരു കടന്നലിൻ്റെ ഫോട്ടോ എടുത്തിരുന്നു. അത് കുറച്ച് അതും പഴയ ഫോണിലാണ് എടുത്തത്. അതാണ് ഞാൻ ആദ്യമായിട്ട് എടുത്ത, എനിക്ക് തോന്നുന്ന ഒരു കറക്റ്റ് ഫേസ് ആയിട്ടുള്ളൊരു ഫേസ് കിട്ടിയ ഒരു മാക്രോ ഫോട്ടോ. അത് കുറച്ച് വർഷമായി, ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത ഫോട്ടോയാണ്. അത് ഈ റെഡ്മി ഫോണിലെടുത്തതാണ്. അന്ന് ആ ഫോണിലൂടെ കണ്ടപ്പോഴാണ് എനിക്ക് ഈ കടന്നലിൻ്റെ ഫേസ് ഇങ്ങനെയാണെന്ന് തന്നെ മനസ്സിലായത്. ആ ഫോട്ടോയ്ക്ക് ഒരുപാട് പേര് നല്ല കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതെ. അപ്പോൾ ഈ ചിത്രങ്ങൾക്ക് ഒരുപാട് പേര് കമൻ്റൊക്കെ ചെയ്തു കാണുമല്ലോ. ഉണ്ട്. പ്രമുഖരായ ആരെങ്കിലും ഏതെങ്കിലും ഒരു ചിത്രത്തിന് കമൻറ്റ് ചെയ്തോ എന്തെങ്കിലും? ചിലവർ ഇപ്പം ഞാൻ വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടും. അപ്പോൾ ഒരുപാട് പേര് പറയും, ഒരിക്കൽ വാങ്ങിച്ച കോൺടാക്ട്സ് ഒക്കെ ആയിരിക്കും. ചിലപ്പം എന്തെങ്കിലും ഒരിക്കൽ കണ്ടവരും ഒരിക്കൽ നമ്മൾ കോൺടാക്ട്സ് കൊടുത്തവരുമായിരിക്കും. അങ്ങനെ അറിഞ്ഞുകൂടാത്തവരൊക്കെ നമുക്ക് ചില ഫോട്ടോ കണ്ട് കമൻറ്റ് ചെയ്യും. അപ്പം നമുക്ക് മനസ്സിലാകും ഈ ഫോട്ടോയ്ക്ക് ഇത്ര ഇതുണ്ടെന്ന്. പിന്നെ ഇപ്പം കുറേ ഫോട്ടോഗ്രാഫർമാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഫോട്ടോ ടാഗ് ചെയ്യുമ്പം ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറെ ടാഗ് ചെയ്യും. പുള്ളിയുടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, പുള്ളിയുടെ ഫോളോ ചെയ്തിരിക്കുന്ന കുറേ ഫോട്ടോഗ്രാഫറുണ്ട്, അവർ കമൻറ്റ് ചെയ്യാറുണ്ട്. ഒരുപാട് ഒരു 4-5 വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ പുറത്തെ രാജ്യത്തുള്ളവരൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് FB-യിൽ മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ? ഇൻസ്റ്റയിലാണ് ഇപ്പം കൂടുതലും പോസ്റ്റ്. ആദ്യമൊക്കെ FB-യിൽ മാത്രമായിരുന്നു, ഇപ്പോൾ ഇൻസ്റ്റയിലാണ് കൂടുതലും പോസ്റ്റ്. അപ്പോൾ ഇന്നലത്തെ തന്നെ ഒരു വാർത്ത ശ്രദ്ധിച്ചു കാണും ശരൺ, ഒരു ഇതുപോലത്തെ ടോയ് കാർ വെച്ചിട്ടൊരു ഫോട്ടോ, അതിൽ ഓഡിയും പോർഷും ഒക്കെ കമന്റ് ചെയ്തു അല്ലേ? അതാ ഞാൻ അങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചത്. കണ്ടായിരുന്നു, വാർത്ത കണ്ടായിരുന്നു. അതെ. അപ്പോൾ എനിക്ക് എൻ്റെ ഇപ്പം ഇന്ന് ഈ ഒരു ഇൻ്റർവ്യൂവിന് ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യവും, ഇതുപോലെ നമ്മൾ ഒരു ചിത്രമായിരിക്കും ചിലപ്പോൾ നമ്മുടെ ജീവിതം മാറ്റുന്നത്. അങ്ങനെ ഒരു ചിത്രം ശരണിൻ്റെ ഫോണിൽ കൂടെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, അല്ലേ? അപ്പം എന്താണ് ശരണിൻ്റെ ആഗ്രഹം? കാരണം നമ്മൾ ഇപ്പോൾ LIC-യിൽ ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ സാധാരണ ജോലി ചെയ്യുമ്പോൾ പാല് വിതരണം ചെയ്യുകയാണ്, അല്ലേ? ഈ പാല് വിതരണത്തിൻ്റെയും ഈ ഒരു ദിവസത്തിനെ കുറിച്ചൊന്ന് പറയാമോ? കാരണം രാവിലെ 4 മണിക്ക് തുടങ്ങുന്ന ഒരു ജീവിതമാണ്. അതെ, രാവിലെ 4 മണിയാകുമ്പോൾ എണീക്കും. ഒരു 4:30-4:45 ആകുമ്പം അച്ഛന് കടയുണ്ട്, ശാസ്തമംഗലത്താണ്. അപ്പോൾ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അവിടെ എത്തും. അതെ. അവിടെ നിന്ന് പിന്നെ വീടുകളിൽ ഡെലിവറി ഉണ്ട്. ഏകദേശം ഒരു 100ഓളം വീടുണ്ട്, വീട്, ഫ്ലാറ്റ്, അങ്ങനെയുള്ള. അതൊരു 8:30 ആകുമ്പം ഡെലിവറി എല്ലാം കഴിഞ്ഞ് തിരിച്ച് അവിടെ നിന്ന് തന്നെ ഡ്രസ് ചേഞ്ച് ചെയ്ത് നേരെ ഓഫീസിലോട്ട് പോകും. ഓഫീസ് 9:30-ക്കാണ് ഓഫീസ് ടൈം, 9 തൊട്ട് 6:30 വരെ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകും. പിന്നെ എല്ലാ ദിവസവും ഉണ്ട് ഈ മിൽമ പാൽ വിതരണം ആകുമ്പോൾ എല്ലാ ദിവസവും ഉണ്ട്, അവധിയില്ല. ഹർത്താലായാലും ബന്ധായാലും എന്തായാലും. അങ്ങനെ ശനിയാഴ്ച ദിവസങ്ങളിൽ മാക്സിമം യാത്ര ചെയ്യും. എൻ്റെ ഒരു ഫ്രണ്ടും ഞാനും കൂടെയാണ് പോകുന്നത്, സ്കൂട്ടറിലാണ് പോകുന്നത്. മിക്കവാറും ഉള്ള അതെ ആക്റ്റീവയിലാണ് പോകുന്നത്. പോയത് ഏറ്റവും കൂടുതൽ പോയത് എനിക്ക് തോന്നുന്നു അച്ചൻകോവില്, തെങ്കാശി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും ആ റൂട്ടായിരിക്കും. പിന്നെ ഒരുവിധപ്പെട്ട തിരുവനന്തപുരത്തുള്ള എല്ലാ ട്രക്കിങ്ങും ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരികയാണ്, എന്താണ് ആഗ്രഹം ശരണിൻ്റെ? ആഗ്രഹം ഒരു നല്ല ഫോട്ടോഗ്രാഫറായി മാറണമെന്നാണ് ആഗ്രഹം. കുറച്ചുകൂടെ ആൾക്കാർ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇപ്പം ശരണിനെ സംബന്ധിച്ചിടത്തോളം സ്മാർട്ട് ഫോൺ ക്യാമറ ഒരു ഐഫോൺ പോലും അല്ല ഉപയോഗിക്കുന്നത്. എൻ്റെ കൂടെ എല്ലാവരും പിന്നെ ഈ ഫോട്ടോ കണ്ടിട്ട് കുറേ പേര് ചോദിക്കും എന്തുകൊണ്ട് ക്യാമറ വാങ്ങിക്കുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട് കുറേ പേര്. മിക്കവരും ചോദിക്കുന്നത് അതാണ്, ക്യാമറ വാങ്ങിച്ചുവിടുന്നത്. പക്ഷേ ക്യാമറ എത്രയൊക്കെ നോക്കിയാലും നമ്മൾ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോ പോലെ ഫോണിലെടുക്കുന്ന വരില്ല, അത്രയും ഡീറ്റെയിലും അത്രയും പെർഫെക്ഷനും വരില്ല. പക്ഷേ ഒരു കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി യാത്ര ചെയ്യണം. അത് നമ്മൾ ക്യാമറ എടുത്തുകൊണ്ട് പോകണമെങ്കിൽ അതിൻ്റെ യാത്രയിൽ ആ ക്യാമറയും കൊണ്ടുപോകണം. ഫോണാണെങ്കിൽ അങ്ങനെയല്ല, നമുക്ക് ദിവസവും നടക്കുന്ന കാര്യങ്ങൾക്കിടയിലുള്ള ഫ്രെയിമുകൾ പകർത്താനുള്ളൊരു അതാണ് ക്യാമറയുടെ ഉപയോഗം, ഫോണിൻ്റെ ഉപയോഗം. ക്യാമറ ആണെങ്കിൽ നമ്മൾ അത് ഫോട്ടോ എടുക്കാൻ വേണ്ടി യാത്ര ചെയ്യണം. ഇപ്പം നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയങ്ങളിൽ കാണുന്ന പല കാഴ്ചകളും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ക്യാമറ ആയിരുന്നെങ്കിൽ. അങ്ങനെ എടുക്കാറുണ്ടോ? എടുക്കുന്ന ഫോട്ടോ മൊത്തം ഞാൻ രാവിലെ പാലിടാൻ പോകുന്നതിനിടയ്ക്കും അല്ലാതെ വൈകുന്നേരം വീട്ടിൽ ഓഫീസിൽ ചുമ്മാ നടക്കുമ്പോഴും അതെ അങ്ങനെ എടുക്കുന്നതാണ്. പിന്നെ അല്ലാതെ ഈ ലാൻഡ്സ്കേപ്പ് ഫോട്ടോകളൊക്കെ യാത്രക്കിടയിൽ എടുക്കുന്നതാണ്. ഈ മാക്രോ ഫോട്ടോ മിക്കതും ഡെയിലി ഉള്ള കാണാൻ. തുമ്പി എടുത്തത് എവിടെ വെച്ചാൽ? അത് ഞാൻ ഇപ്പോൾ ഒരു 2 ആഴ്ച മുമ്പ് ശാസ്താമംഗലത്ത് തന്നെ പൈപ്പ് മൂടുന്ന മരുതൻകുഴിയിലോട്ട് പോകുന്ന വഴി ഒരു സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ പോണ വഴിയിൽ ഇടത്തെ സൈഡിലെ ഒരു ചെടിയിലിരിക്കുന്നതിൻ്റെ അടുത്താണ്. ഓ അത് ശരി. അങ്ങനെ ഞാൻ വിചാരിച്ചു അത് എടുക്കാൻ വേണ്ടി. അല്ലല്ല, അങ്ങനെ എടുക്കാൻ വേണ്ടി
ഈ മാക്രോ ഫോട്ടോഗ്രാഫി ഒന്നും അങ്ങനെ എടുക്കാൻ വേണ്ടി പോലും. അപ്പോൾ കാണുമ്പം ചിലപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ജീവികളായിരിക്കും. അത് ശരി. ഒരിടത്തും കണ്ടിട്ടില്ലാത്ത ഏകദേശം എത്ര ചിത്രങ്ങൾ എടുത്തു കാണും? ചിത്രങ്ങൾ എനിക്ക് തോന്നുന്നു 20,000 കൂടുതൽ ചിത്രങ്ങൾ എടുത്തു കാണും. ഓ, ഇതെല്ലാം കാരണം എൻ്റെ ഫോണിൽ തന്നെ ഞാൻ ഏകദേശം 2010 തൊട്ട് എടുക്കാൻ തുടങ്ങിയാണ്. ഫോണിൽ എൻ്റെ പഴയ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, അതിൽ തന്നെ ഉണ്ടായിരുന്ന ഏകദേശം 10-15,000 ഫോട്ടോ. പിന്നെ ഇപ്പോഴും ഞാൻ എടുക്കുന്ന സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10-20,000 ഫോട്ടോ എടുത്തിട്ടുണ്ട്. അത് എല്ലാം പോസ്റ്റ് ചെയ്തിട്ടില്ല, ഫോട്ടോ അത്ര എടുത്തിട്ടുണ്ട്. പോസ്റ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു എത്ര വരുമെന്ന് അറിഞ്ഞൂടാ, അത് നോക്കിയാൽ അറിയാം. ഇതെല്ലാം വെച്ചിട്ടൊരു എക്സിബിഷൻ എന്തെങ്കിലും നടത്തുന്നതിനെ കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നടത്താൻ വേണ്ടി. ചിന്തിച്ചിട്ടുണ്ട്, അതിനുള്ള അവസരം വന്നിട്ടില്ല. അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു അങ്ങനെ തുടങ്ങാം. എൻ്റെ ഓഫീസിൽ തന്നെ ഒരുപാട് ഇപ്പോൾ ഈ ഫോട്ടോഗ്രാഫി ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യും. എൻ്റെ കൂട്ടുകാർ, വീടിൻ്റെ അടുത്തുള്ളവർ, ഞാൻ പാൽ കൊടുക്കുന്ന വീട്ടിലെ ആൾക്കാർ, ഓഫീസിലുള്ളവരാണ് ഞാൻ കുറച്ച് ആൾക്കാരെ അറിയാൻ കാരണം ഓഫീസിലുള്ളവരാണ്. അതെ. അങ്ങനെ എക്സിബിഷൻ ചെയ്യാനൊരാഗ്രഹമുണ്ട്. അപ്പോൾ ശരൺ ഒരു വലിയ ഫോട്ടോഗ്രാഫറായി മാറട്ടെ, ലോകം അറിയുന്ന ഒരാളായി മാറട്ടെ. ഓക്കെ. എന്തോ പറയാം. പിന്നെ എൻ്റെ ഫോട്ടോ മാഗസീനിൽ വന്നിട്ടുണ്ട്. ഓ, അത് എവിടെയാണ്? ഫോട്ടോ വൈഡ് എന്നൊരു മാഗസീനുണ്ട്. അതെൻ്റെ ഓഫീസിലൊരു സാറ് പറഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുത്തതാണ്. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല വരുമെന്ന്. അങ്ങനെ ഏകദേശം ഒരു 3-4 വർഷം മുമ്പായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് ഒരു ചെടിയുടെ ഫോട്ടോയാണ് ഞാൻ അയച്ചത്. വീട്ടിൽ എൻ്റെ സിറ്റ് ഔട്ടിൽ വെച്ചിരുന്നൊരു ചെടിയുടെ ഫോട്ടോ, രാത്രി എടുത്ത ഫോട്ടോയാണ്. അത് മെയിൽ ID സാറ് തന്നെ തന്ന്. അങ്ങനെ ഞാൻ അയച്ചു കൊടുത്ത്. വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അടുത്ത ലക്കത്തിൽ അത് പബ്ലിഷ് ചെയ്തു. അങ്ങനെ ഏകദേശം ഇപ്പോൾ ഈ വർഷം വരെയും ഏകദേശം ഒരു വർഷത്തിൽ 1-2 മാസം ഒഴിച്ച് എല്ലാ മാസത്തും പബ്ലിഷ് ചെയ്യും എൻ്റെ ഫോട്ടോ. ആ ഫോട്ടോ വേഡിൽ വരാറുണ്ട്. ഇപ്പോൾ 2 മാസം മുമ്പുള്ളതിൽ വരാറുണ്ട്. പിന്നെ മാതൃഭൂമി യാത്രയിൽ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ പൊന്മുടി പോയപ്പോൾ ഒരു ഫോട്ടോ, പിന്നെ ഈ പൂവാറ് ഒരാൾ വല എറിയുന്നൊരു ഫോട്ടോ, അതൊരു പ്രത്യേക ഫോട്ടോയാണ്. ഒരാൾ വല എറിയുന്നതിനകത്തൂടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്ന പറഞ്ഞാൽ അതും മാതൃഭൂമി യാത്രയിൽ വന്നിട്ടുണ്ട്. അതുപോലെ ശരണിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ സാധാരണ ഈ ഓരോ വർഷവും വളരെയധികം കോൺടെസ്റ്റുകൾ നടക്കാറുണ്ട്, ഫോട്ടോ കോൺടെസ്റ്റ്. അതിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. കാരണം ചില ചിത്രങ്ങൾ ആ നിലവാരം എത്തുന്ന ചിത്രങ്ങളാണ്. അത് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു അംഗീകാരം ഉണ്ടാവും. അതുപോലെ ഒരു എക്സിബിഷൻ സംഘടിപ്പിക്കുക. അത് ശരണിൻ്റെ ഈ കഴിവ് ആരെങ്കിലും തിരിച്ചറിയും, ഉറപ്പാണ്. അതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ലോകം തന്നെ അറിയുന്ന ഒരു ഫോട്ടോഗ്രാഫറായി ശരൺ മാറട്ടെ. ശരൺ എല്ലാ ഭാവങ്ങളും നേരുന്നു. താമരശ്ശേരി ചുരത്തിൽ നിന്ന് വരാൻ കാണിച്ച മനസ്സിനും. രാവിലെ പാല് വിതരണം ചെയ്തിട്ടാണ് വന്നത് അല്ലേ? അതെ. അത് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട്. അതെ, ഞായറാഴ്ച 8:30 മണിയോടുകൂടി അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അതെ. അപ്പം തിരക്കിനിടയിലും ഇതിന് സമയം കണ്ടെത്തി താമരശ്ശേരി ചുരത്തിൽ ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ശരണിന് എല്ലാ ഭാവങ്ങളും ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഞാൻ സാറിനോട് നന്ദി പറയുന്നു. താങ്ക് യു.